നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. RCB വേഴ്സസ് പഞ്ചാബ്. നമ്മൾ ഈ ഒരു സീസൺ തുടങ്ങുന്ന സമയം തൊട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരു മാച്ചാണ്. ഇതിനെക്കുറിച്ച് തന്നെ നമ്മൾ സെപ്പറേറ്റ് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. RCB പഞ്ചാബും കൂടെ ഏറ്റുമുട്ടുമ്പോൾ എങ്ങനെയായിരിക്കും രണ്ട് ടോപ്പ് ഡോമിനേറ്റിംഗ് ടീം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ തികച്ചും വ്യത്യസ്തമാണ്. പഞ്ചാബിൻ്റെ സ്ഥിതി അതിദയനീയമാണ്. കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് ഒരു മാച്ച് പോലും ജയിക്കാത്തൊരു ടീമായിട്ട് വളരെ പത്തറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് പഞ്ചാബ് ഇപ്പോൾ നിൽക്കുന്നത്. അതേസമയം RCB ഒരു സെറ്റ് ബാക്ക് ഇടയ്ക്ക് നേരിട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിലും RCB അതിൽ നിന്ന് റിക്കവറായി വന്നിട്ടുണ്ട് കഴിഞ്ഞ മാച്ചുകളിൽ. അവരുടെ ഒരു സ്ട്രോങ് ബോളിംഗ് ലൈനപ്പും അവരുടെ ഒരു അധികം തകർക്കാൻ പറ്റാത്ത ഒരു ഡെപ്തുള്ള ബാറ്റിംഗ് ലൈനപ്പ് അവർക്ക് സ്ട്രെങ്ത് തന്നെയാണ്. പക്ഷേ പഞ്ചാബിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനുണ്ട്. നമുക്ക് കൂടുതൽ ഈ ഒരു മാച്ചിനെ കുറിച്ചൊരു ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വെൽക്കം അരുൺ ബ്രോ. താങ്ക് യു. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്നൊരു സബ്സ്ക്രിപ്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ചെയ്യേണ്ട, പക്ഷേ നിങ്ങൾ കണ്ട് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്നൊരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഇനി കളിയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിഷ്യലി ഒരു ഒരു ആദ്യത്തെ ഒരു 7 കളി കഴിഞ്ഞപ്പോൾ എല്ലാവരും അധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരു കളിയായിരുന്നു RCB വേഴ്സസ് പഞ്ചാബ് കളിച്ചാൽ ആര് ജയിക്കും എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ടോട്ടൽ ഒരു ഹൈപ്പ് അങ്ങ് പോകാൻ കാര്യം പഞ്ചാബിൻ്റെ ഈ കഴിഞ്ഞ ഒരു 5 കളിയിലെ പരാജയമാണ്. പരാജയത്തിലുപരി അവർ എങ്ങനെ പരാജയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ബാംഗ്ലൂരും അധികം വ്യത്യാസമല്ല, 4 കളി തോറ്റിട്ടാണ് വരുന്നത്. ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബ് ആണെങ്കിൽ ഒരു കളിയും കൂടെ കൂടുതൽ തോറ്റിട്ടേ ഉള്ളൂ. പക്ഷേ ഈ തോക്കുന്ന രീതിയാണ് രണ്ട് ടീമിനെ വ്യത്യസ്തമായിട്ട് നിർത്തുന്ന കാര്യം. അതെ അതെ, തീർച്ചയായിട്ടും പഞ്ചാബിന്റെ സ്ഥിതി ആണ് ഏറ്റവും കൂടുതൽ അഴിച്ചുപണികൾ വേണ്ട ഒരു ടീം. അഴിച്ചുപണികൾ വേണം. നമ്മൾ കഴിഞ്ഞ മാച്ചിലും പറഞ്ഞാണ്, കുറച്ചൊക്കെ അഴിച്ചുപണി അവർ നടത്തി, പക്ഷേ ശരിയായ രീതിയിലല്ല. ഒന്നാമത്തെ കാര്യം യാൻസൺ അവർക്ക് ഒരു വലിയ തലവേദനയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആദ്യം പഞ്ചാബിന്റെ ഒരു 11 ഒരു പ്രോബബിൾ അതായിരിക്കും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ ഉം, ആവശ്യമുള്ളൊരു സബ്ജക്ട് എന്ന് പറയുന്നത്. ഉം. പഞ്ചാബ് എങ്ങനെ ഈ മാച്ചിനെ അപ്രോച്ച് ചെയ്യും. പഞ്ചാബിനെ സംബന്ധിച്ച് ഈ മാച്ച് ജയിച്ചേ പറ്റത്തുള്ളൂ. ഇനി ഒരു തിരിച്ചുപോകല്ല. ഈ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നോക്കേണ്ട ആവശ്യം വരത്തില്ല. സോ ഡു ഓർ ഡൈ ആണ് അവരെ സംബന്ധിച്ച്. അപ്പോൾ അവരെങ്ങനെയായിരിക്കും ഈ ടീമിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുമോ, എങ്ങനെ ചെയ്താൽ പഞ്ചാബിന് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനകത്തിൽ പഞ്ചാബ് വരുത്താൻ പോകുന്ന മാറ്റം, പ്രഭ് സിംഗിനെ മാറ്റിയിരുത്തിട്ട് നമ്മുടെ മലയാളി താരമായ വിഷ്ണു വിനോദ് 11ലേക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതേ കൂട്ട് തന്നെ മാർക്കോ ജെയിൻസിനെ പുറത്തിരുത്തിട്ട് വിജയകുമാർ വൈശാഖ് എന്ന് പറഞ്ഞ പ്ലെയറിനെ കൂടെ കളിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതെ. ഈ വിഷ്ണു വിനോദിനെ എൻ്റെയും ഒരു ഇതാണ്, വിഷ്ണു വിനോദിനെ കളിപ്പിക്കണം പ്രഭ് സിമ്രാന് പകരം. പക്ഷെ അത് എത്രത്തോളം അവർ ചെയ്യുമെന്ന് അറിയത്തില്ല. അവരുടെ ഏറ്റവും വലിയൊരു പെറ്റാണ് പ്രഭ് സിമ്രാൻ. അപ്പോൾ പ്രഭ് സിമ്രാനെ അവർ മാറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ശശാങ്കിനെ മാറ്റിയിട്ട് വിഷ്ണു വിനോദിനെ അവിടെ മിഡിൽ ഓർഡറിൽ കളിപ്പിക്കേണ്ടി വരും. പക്ഷെ അത് എത്രത്തോളം ഇതാവുമെന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ആര് കളിച്ചാലും ഇപ്പോൾ ഇവർ ഇത്ര വലിയ ചേഞ്ചസ് ഒന്നും എടുത്തില്ലെന്നുണ്ടെങ്കിലും സ്റ്റോയിനിസ് ടീമിലേക്ക് വരണം എന്നുള്ളത് അവരെ സംബന്ധിച്ച് എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നുന്നു. യാൻസൺ പുറത്ത് പോയിട്ട് സ്റ്റോയിനിസ് വരണം. അതുപോലെ തന്നെ ഹർപ്രീത് ബ്രാർ RCBക്കെതിരെ നല്ല റെക്കോർഡുള്ള ഒരു ബോളറാണ്. ഇപ്പോൾ ബ്രാർ കളിക്കുമെന്നുള്ള കാര്യം അതും ഒരു കൺസിഡറേഷനാണ്. വേറെ ടീമിലേക്ക് വരുമോ? ഇല്ല 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 ഇല്ല, മോസ്റ്റ് 99% ഇല്ല. ഹർപ്രീത് ബാർ RCBക്കെതിരെ നല്ല റെക്കോർഡാണെന്നുണ്ടെങ്കിൽ കളി നടക്കുന്ന പിച്ച്, അതിൻ്റെ കണ്ടീഷൻസ് എന്നുള്ളത് വലിയ ഫാക്ടറാണ്. ഇത് ധർമ്മശാലയിലാണ് കളി നടക്കുന്നത്. അതുകൊണ്ട് ഒരു ടീമിൽ ഒരു സ്പിന്നറിൻ്റെ തന്നെ 4 ഓവർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അപ്പോൾ അവിടെയാണ് 2 സ്പിന്നറിനെ കൊണ്ട് കളിപ്പിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് കളി ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ പോലും, കളി ഉച്ചയ്ക്കാണ്, അപ്പോൾ നമ്മൾ ഈ നൈറ്റ് ഗെയിംസിൻ്റെ അത്ര ഒരു കണ്ടീഷൻസ് അല്ല എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷേ എന്നാൽ തന്നെ അവിടെ 2 സ്പിന്നറുമായിട്ട് ഇറങ്ങുന്നത് പ്രാക്ടിക്കലി ഒരു നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. ഓക്കെ, എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പ്ലേയിങ് ഇലവൻ ഞാൻ പറയാം. പ്രിയൻ ഷാരിയ, വിഷ്ണു വിനോദ്, കൂപ്പർ കൊണളി, ശ്രേയസ് അയ്യർ, സുയാൻസ് ഹെഡ്ജ്, സ്റ്റോയിനിസ്, അസമത്തുള്ള ഉമർസായ്, ഹർപ്രീത് ബ്രാർ, റാത്ലറ്റ്, വൈശാഖ് വിജയകുമാർ, ഹർഷ്ദീപ് സിംഗ്, ചാഹൽ ആസ് ഇംപാക്ട് പ്ലെയർ. അതിനകത്ത് 4 ഫാസ്റ്റ് ബോളേഴ്സ്, ഹർഷ്ദീപ് സിംഗ്, വൈശാഖ് വിജയകുമാർ, ബ്രാത്ലറ്റ്, അസമത്തുള്ള ഉമർസായ്, 4 ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട്. പ്ലസ് 2 സ്പിന്നേഴ്സ് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോയിനിസ് ആസ് ആൻ എക്സ്ട്രാ ഫാസ്റ്റ് ബോളറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കൂപ്പർ കോണോൺലി ക്യാൻ ഓൾസോ ബോൾ. അതാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ. വേറെ കളിപ്പിക്കത്തില്ല എന്ന് പ്രോ പറയുന്നു, ഒരു പക്ഷേ ശരിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ യാൻസനും കൂടി ഇല്ലാത്തത് കൊണ്ട് അവർ പിന്നെ വേറെ എന്തായിരിക്കും ഓപ്ഷൻ? 2 ബോളേഴ്സിന് അവരെന്തായാലും യാൻസൺ ഈക്വൽ ടു എന്താ പറയുന്നത്, നമ്മുടെ സ്റ്റോയിനിസ് പറ്റത്തില്ലല്ലോ. യാൻസനെ പോലെ 4 ഓവർ കൊടുക്കാൻ പറ്റുന്ന ഒരു ബോളർ അല്ല സ്റ്റോയിനിസ്. അപ്പോൾ ഇല്ല, ബോളിംഗിൽ സ്റ്റോൺസിനെ എന്തെങ്കിലും ഒരു കവറപ്പ് ചെയ്യാൻ അഡീഷൻ അവർക്ക് വേണ്ടിയാണ് വേണ്ടി. അവർ അസമത്തുള്ള ഉമർ സായിയെ കൊണ്ടുവന്നത്. അത് പുള്ളിയുടെ ജോലി അടിപൊളിയായിട്ട് തന്നെ ചെയ്തു.
മനസ്സിലായി. ഒരു പക്ഷേ സ്റ്റോണിസിനെക്കാട്ടിലും നന്നായിട്ട് ചെയ്തു എന്ന് തന്നെ ഇവിടെ പറയണം. ആ വിക്കറ്റ് എടുക്കുന്നതാണെങ്കിലും ക്രൂഷ്യൽ ഓവർ എറിഞ്ഞതാണെന്നുണ്ടെങ്കിലും ഇപ്പം ബാക്ക് ടു ഉണ്ടായാലും അത് അല്ലല്ല, കവർ ഞാൻ ചെയ്യുന്നുണ്ട്. സ്റ്റോയിനിസിന്റെ കാര്യമല്ല പറഞ്ഞു, യാൻസന്റെ കാര്യം പറഞ്ഞു. ആ യാൻസനെ അതെ അതെ. പുറത്തിരുത്തുവാണെങ്കിൽ യാൻസനെ പുറത്തിരുത്തി നേരെ വിജയകുമാർ വൈശാഖ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത്ര എക്സ്പെൻസീവ് ആകത്തില്ല, കാരണം മിഡിൽ ഓർഡർ അറിയാം. കാരണം യാൻസനെ അവർ യൂസ് ചെയ്യുന്ന ഒരു മിഡിൽ ഓർഡർ ബോളറായിട്ടാണ്. യാൻസൺ മിഡിൽ ഓർഡർ ബോളർ അല്ല, പുള്ളി ന്യൂ ബോളിലാണ് എറിയുന്നത്. കാരണം ന്യൂ ബോൾ എറിഞ്ഞിട്ട് രക്ഷയില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ കളി മാറ്റി പരീക്ഷിച്ചതാണ്. പക്ഷേ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുകൊണ്ടും ചിപ്പിനാവുന്നത് വിജയകുമാർ വൈശാഖാണ്. പിന്നെ അല്ല, അത് വിഷ്ണു വിനോദ് ഓൾറെഡി വരുമെന്ന് ഉണ്ടല്ലോ ബ്രോ. പറയാൻ കഴിഞ്ഞ മാച്ചില് വിഷ്ണു വിനോദ് വന്നതുകൊണ്ട് മാത്രം വൈശാഖ് വിജയകുമാർ കളിക്കാതിരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ടീമിലുള്ള ആൾ തന്നെയാണ് വൈശാഖ് വിജയകുമാർ. അപ്പോൾ യാൻസൺ പുറത്ത് പോകുമ്പോൾ പുതിയതായിട്ട് എന്ത് അഡിഷൻ എന്നുള്ളതാണ്. ഇല്ല, ഇതേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് മാറാനുള്ള സാധ്യത. പ്രശംബരൻ സിംഗ് എന്തായാലും പുറത്തു പോവും. ആ സ്പേസിൽ ഈ പറയുന്ന പോലെ വിഷ്ണു വിനോദ് കയറി വരികയും പിന്നെ അതിനകത്തിൽ നടക്കാൻ ചാൻസ് ഉള്ളത് മാർക്കോ യാൻസിനെ പുറത്തിരുത്തിട്ട് വിജയകുമാർ വൈശാഖ് അകത്തോട്ട് വരിക എന്നുള്ളതായിരിക്കും. അതിൽ വലിയ അതിനപ്പുറത്തേക്കിന് അല്ല, ഒരു ചേഞ്ചസിലേക്ക് അവരിനി മുതിരത്തില്ല. ഇല്ല, അതിൽ ഓക്കെ, എനിക്കത് മനസ്സിലായി. പക്ഷേ ബ്രോ പറയുന്ന വൈശാഖ് വിജയകുമാർ ഓൾറെഡി ടീമിലുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം വിഷ്ണു വിനോദ് കളിച്ചതുകൊണ്ട് മാത്രമാണ് വൈശാഖ് വിനോദിന് കളിക്കാൻ പറ്റാതായി പോയത്. അവരുടെ കോമ്പിനേഷനിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ വിഷ്ണു വിനോദ് എന്തായാലും കളിക്കുവാണെന്നുണ്ടോ ഒന്നെങ്കിൽ പ്രൊഫസർ സിംഗ് മാറിയിട്ടായിരിക്കും കളിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശശാങ്ക് മാറിയിട്ടായിരിക്കും കളിക്കുന്നത്. അപ്പോൾ വിഷ്ണു വിനോദിന്റെ അഡീഷൻ കൊണ്ട് പ്രത്യേകിച്ച് മാറ്റം അവിടെ വരുന്നില്ല. അപ്പോൾ ഈ യാൻസൺ മാറി ആര് വരും എന്നുള്ളതാണ് ചോദ്യം. യാൻസൺ, അതുകൊണ്ടാണ് ഞാൻ ബ്രാറിനെ ആഡ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഫാസ്റ്റ് ബോളറിനെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. യാൻസൺ ലോക്കി ഫെർഗൂസൺ യാൻസൺ ഉണ്ടല്ലോ. മാറിയിട്ട് അവിടെ സ്റ്റോണീസ് ആണ് നോർമലി വരുന്നത് ഉള്ളിലേക്ക്. അതാണ് എനിക്കൊരു ഡൗട്ട്. അതുകൊണ്ടാണ് ഞാൻ ബ്രാറിനെ ആഡ് ചെയ്തത്. അപ്പോഴും ഒരു 4 ഫാസ്റ്റ് ബോളർ പ്ലസ് ഒരു സ്റ്റോണീസ് എന്നുള്ളൊരു 5 വേണമെന്നുണ്ടെങ്കിൽ 5 ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട്. ഹാൻഡി ആയിട്ടുള്ള 2 സ്പിന്നേഴ്സ് പ്ലസ് കൂപ്പർ കൊണാലി എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. അതാണ് ബ്രോയുടെ ഇത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ആർ സി ബിയുടെ പ്ലേയിങ് ഗ്രൗണ്ടിലേക്ക് പോയാലോ? ആർ സി ബി ഒരു മാറ്റം ഉണ്ടാകത്തില്ല. വിൽ ബി പ്ലേയിങ് വിത്ത് സെയിം 11. കാരണം ഈ റായ്പൂരിലും അതേ കണ്ടീഷൻ തന്നെ, അതേ കണ്ടീഷൻ അതല്ലെന്നുണ്ടെങ്കിൽ പോലും അതേ 11 സ്യൂട്ടാവുന്ന രീതിയിലായിരിക്കും ഇവിടെ. പിന്നെ എന്തെങ്കിലും ഇല്ല, ജേക്കബ് ഡർഫിയെ മാറ്റേണ്ട ഒരു കാര്യമില്ല, ഒരു ഓഫ് ഡേ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. പക്ഷേ അവിടെ 2 സ്പിന്നേഴ്സിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. സോൾട്ട് തിരിച്ചു വരുമോ എന്നുള്ളൊരു ഇതുണ്ട്. സോൾട്ട് ചിലപ്പോൾ വന്നേക്കാം. അതെ, അങ്ങനെയാണെങ്കിൽ സോൾട്ട് കൺഫേംഡ് അല്ല. റീപ്ലേസ്. അത് സോൾട്ട് എന്ന് കഴിഞ്ഞാൽ ഈസിലി ബത്തൽ മാറി സോൾട്ട് അകത്തേക്ക് വരും. അത് കൺഫർമേഷൻ എൻ്റെ ഇതുവരെ ഒരു അഭിപ്രായത്തിൽ ഉണ്ടായിട്ടില്ല ആർ സി ബിയുടെ സൈഡിൽ. ജേക്കബ് ഡഫി ആൻഡ് ഹേസൽവുഡ് അത്ര ഒരു നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ബോത്ത് ഒരു സിമിലർ കൈൻഡ് ഓഫ് ബോളർ ആയതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി എന്നുള്ളത്. ഒരു പക്ഷേ മങ്കേഷ് യാദവിനെയോ അല്ലാന്നുണ്ടെങ്കിൽ മങ്കേഷ് യാദവിനെ അവർ ട്രൈ ചെയ്യാൻ ഇതോടെ എപ്പോഴും ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത് നമ്മുടെ ഷെപ്പേഡിൽ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഷെപ്പേഡ് ഒരു മോശം പെർഫോമൻസ് ആണെങ്കിൽ പോലും ജേക്കബ് ഡഫി ആസ് എ ബോളർ റീപ്ലേസ് ചെയ്യാൻ തീർച്ചയായിട്ടും ഫാർ ബെറ്റർ ആണ്. പക്ഷേ അവിടെ ഗ്യാപ്പ് വരുന്നത് ആസ് എ ഒരു ഫിനിഷർ ഒരു ക്രൂഷ്യൽ മാച്ചിൽ, കഴിഞ്ഞ വർഷമൊക്കെ ഉള്ള പോലെ ഒരു ക്രൂഷ്യൽ മാച്ചിൽ, ചെന്നൈയായിട്ടൊക്കെ ഉള്ള ഒരു മാച്ച് പോലെ ഒരു മാച്ചിൽ അടിക്കാൻ പറ്റുന്ന ഒരു ഹി ക്യാൻ ഡൂ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഡഫി ഷെപ്പാർഡിന്റെ ആൻഡ് എബിലിറ്റിയിൽ ഹേസൽവുഡ് ഒരുമിച്ച് ആർക്കും കളിക്കും. ആർക്കും ഒരു സംശയവുമില്ല. ഷെപ്പാർഡ് ഈ ടീമിലൊഴികെ ബാക്കി ഏതൊരു ടീമിലായിരുന്നെങ്കിലും ഉറപ്പായിട്ടും പ്ലേയിങ് 11 തന്നെ കളിക്കേണ്ട ആളാണ്. പക്ഷേ ഈ ടീമിൻ്റെ പ്രശ്നം അവരുടെ മിഡിൽ ഓർഡർ സ്ലിം ആയി പോകുന്നു ഷെപ്പാർഡിലേക്ക് വരുമ്പോൾ. മനസ്സിലായി. അതാണ് വെങ്കടേഷ് അയ്യറിൻ്റെ അഡീഷനോട് കൂടി അവർ കവറേജ് ചെയ്യാൻ നോക്കുന്നത്. അതായത് മിഡിൽ ഓർഡർ ഇച്ചിരൂടെ ഒന്ന് സ്ട്രെങ്തൻ ആക്കുക, ഇച്ചിരൂടെ ലോങ് ഡ്യൂറേഷൻ കൊടുക്കുക പക്ഷേ എന്നുള്ളതാണ്. അതിലൊരു രീതിയിലും അവിടെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. വെങ്കടേഷ് അയ്യർ എനിക്ക് അവിടെ ഒരു ഫിറ്റായിട്ട് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, വെങ്കടേഷ് അയ്യർ ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആണ്. വെങ്കടേഷ് അയ്യർ വന്നിട്ട് ജിതേഷ് ശർമ്മയ്ക്ക് താഴെ കളിക്കുക എന്ന് പറയുമ്പോൾ അത് ഏച്ചു വെക്കുന്ന പോലെ ഉള്ളൊരു സംഭവമാണ്. അതായത് ആ പ്ലേയിങ് ഇലവൻ മനസ്സിൽ വെക്കില്ലേ. വെങ്കടേഷ് അയ്യർ റൊമാരിയോ ഷെപ്പേർഡിൻ്റെ പ്ലേസിൽ കളിക്കുമെന്നല്ല. ടിം ഡേവിഡ് അപ്പോൾ റൊമാരിയോ ഷെപ്പേർഡിൻ്റെ പൊസിഷനിലേക്ക് താഴോട്ടിറങ്ങിയും വെങ്കടേഷ് അയ്യർ ടിം ഡേവിഡ് കളിച്ച പൊസിഷനിലേക്ക് കയറി വരികയും ചെയ്യും. ഇല്ല, കഴിഞ്ഞ മാച്ചിൽ അങ്ങനെ അല്ലായിരുന്നു. ആർ സി ബിയുടെ കഴിഞ്ഞ മാച്ചിൽ ടീം ഡേവിഡാണ് ആദ്യം ഇറങ്ങിയത്. വെങ്കടേഷ് കഴിഞ്ഞ അയ്യർ മാച്ചിൽ ഇറങ്ങിയിട്ടില്ല. എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് തീർക്കാനുള്ള രീതിയിലാണ്. കഴിഞ്ഞ മാച്ച് പോയത് ഡിഫറെൻ്റ് ആയിട്ടാണ്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു ബാറ്റിംഗ് ലൈനപ്പിൽ സ്വാഭാവികമായിട്ട് മാച്ച് പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഡേവിഡിനെ തന്നെ ഒരു മിക്ക കളികളിലും ഇറക്കേണ്ടതായിട്ട് വരും.
അപ്പോൾ വെങ്കടേഷ് അയ്യർ എന്ന് പറഞ്ഞ റിസോഴ്സ് ഒരു ഏച്ചു വെച്ച പോലെ ഫിറ്റിൻ ആവാത്തത് പോലെയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അതിലും ബെറ്റർ റൊമാരി ഷെപ്പേർഡ് അല്ലേ എന്നുള്ളത്. ഐ മീൻ ജേക്കബ് ഡഫി ക്വാളിറ്റി ബോളറാണ്. ജേക്കബ് ഡഫി അല്ലെങ്കിൽ ഹേസൽവുഡ് രണ്ട് സിമിലർ കൈൻഡ് ഓഫ് ബോളറിന് പകരം അവിടെ റൊമാരി ഷെപ്പേർഡ് ആയിരുന്നു മെച്ചം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇത് തന്നെ ഇവർ ഇപ്പോൾ കഴിഞ്ഞ മാച്ചിലുണ്ടായിരുന്ന അതേ 11 തന്നെ സ്റ്റിക്ക് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ വെങ്കടേഷ് അയ്യറിനെ വെച്ചിട്ട്. അത് ആർ സി ബി കളിയെ നോക്കിക്കാണുന്നത് ഇന്ന ആള് ഇന്ന പൊസിഷൻ എന്നല്ല, ഇന്ന ഓവർ എത്തുമ്പോൾ ഇന്ന ആൾ ഇറങ്ങണം എന്നുള്ള രീതിയിലാണ്. ഇപ്പം കഴിഞ്ഞ കളി അവിടെ ഈ ടീം ഡേവിഡ് ഇറങ്ങാൻ കാര്യം രജത് പടിദാർ ഔട്ടാവുന്ന 16ാമത്തെ ഓവറിലാണ്, 15.6, 16ാമത്തെ ഓവറിലാണ്. പിന്നെ 4 ഓവറേ ഉള്ളൂ. പിന്നെ 4 ഓവർ അതിപ്പം ഏത് കണ്ടീഷനാണെങ്കിലും ഇതിപ്പം ജയിക്കേണ്ട കളിയായിരുന്നു, അപ്പോഴത്തേക്കിനെ കളി ജയിച്ചു. അല്ലെങ്കിൽ തന്നെ ബാറ്റിംഗ് ഫസ്റ്റ് ആണെന്നും കൊണ്ടൊക്കെ ഉള്ളൂ. പിന്നെ 4 ഓവറേ ഉള്ളൂ. അവിടെ ഒബിയസ്ലി ഒരു ഫിനിഷറിനെ ഇറക്കുക എന്നുള്ളതേ ചെയ്യുള്ളൂ. ഇത് 15.6 ഇത് നേരെ ഒരു 10ാമത്തെ ഓവറിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 8ാമത്തെ ഓവറിലോ ആണെങ്കിൽ ഒരിക്കലും ഇവിടെ ടീം ഡേവിഡിനെ ഇറക്കത്തില്ല. അവിടെ നേരെ വരുന്നത് വെങ്കടേഷ് അയ്യർ ആയിരിക്കും. അതിനാണ് പുള്ളി ആഡ് ചെയ്തിരിക്കുന്നത്. അവിടാണ് മിഡിൽ ഓർഡർ തീർച്ചയായും അതൊരു സ്ട്രെങ്തനിങ് എന്ന് കൊളാപ്സ് പറയുന്നത്. സംഭവിച്ചാലേ അങ്ങനെ വരത്തുള്ളൂ. ഒരു അതെ 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 നോക്കിയേ ഇപ്പൊ ജേക്കബ് ബത്തൽ, വിരാട് കോഹ്ലി, ദേവദത്ത് പടിക്കൽ, രജത് പട്ടീദർ, ഇത്രയും 4 പേര് 10 ഓവറിനുള്ളിൽ ഔട്ട് ആണെന്നുണ്ടെങ്കിൽ അതൊരു കൊളാപ്സ് ആയിരിക്കണം. അങ്ങനെ കൊളാപ്സ് ഉള്ളപ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനായിട്ടായിരിക്കും അപ്പോൾ നമ്മുടെ വെങ്കടേഷ് അയ്യർ അതെ കളിക്കുന്നത്. അത് നോർമൽ അതായിരുന്നു ബാറ്റിംഗ് ഓർഡറിൽ പുള്ളിക്ക് ബാംഗ്ലൂരിന്റെ സ്ഥാനമില്ല. പ്രശ്നം. ബാംഗ്ലൂർ തോറ്റ കളികൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തോക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അവരുടെ മിഡിൽ ഓർഡർ സ്ലിമ്മായി പോയത് കൊണ്ടാണ്. പെട്ടെന്ന് ആ കളിയിൽ ഫിനിഷേഴ്സിലേക്ക് അങ്ങ് എത്തുക, അതിനെ കവറപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഇപ്പം നോക്കിയിരിക്കുന്നത്. അത് ഒരിക്കലും അവർ മാറ്റത്തില്ല. വിൽ ബി പ്ലേയിങ് അത് വിത്ത് സെയിം ഫിക്സിംഗ് ദ 11. ക്യാപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ അവർ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവ് ക്രിക്കറ്റ് കളിച്ച RCB അല്ലത്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫിക്സിങ്, അവരുടെ ഒരു പ്രശ്നം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് ആണ്, പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹെപ്പേഡായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ. എന്തായാലും അവർ മിക്കവാറും അയ്യറിനെ കൊണ്ട് തന്നെ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഇനി ഈ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ടീമിന്റെ സിനാരിയോ RCB സംബന്ധിച്ച് ഇത് ഒട്ടും പ്രാധാന്യം കുറഞ്ഞ മാച്ചല്ല. കാരണം അവർക്ക് ടോപ്പ് 2 ഫിനിഷ് ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പ് 4 ഇപ്പോൾ ഒരു 3-ലോ 4-ലോ ആയി പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ടോപ്പ് 2 ഫിനിഷ് ചെയ്യുക, മാക്സിമം ചാൻസ് എടുക്കാതെ ഫൈനലിലേക്ക് എത്തുക എന്നുള്ളത് അവരുടെ പ്രയോറിറ്റി ആയിരിക്കും. അപ്പോൾ അവർക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത മാച്ച് SRH ആയിട്ടാണ്. സോ അതും ടഫായിട്ടുള്ള ഒരു മാച്ചാണ്. സോ കമ്പാരിറ്റീവ്ലി ഒരു ഈസി മാച്ച് എന്നുള്ള രീതിയിൽ ഇത് എങ്ങനെയും വിൻ ചെയ്യാൻ RCB നോക്കും. പഞ്ചാബിനെ സംബന്ധിച്ച് ഓരോ ബോളും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ജീവൻ പണയം വെച്ച് അവർ ഈ മാച്ച് കളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹൈപ്പ് ഇല്ലെങ്കിൽ പോലും ഒരു എരിപൊരി മാച്ച് തന്നെ ആയിരിക്കും. ചാൻസസ് എങ്ങനെയാണ്? RCB ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ നേരത്തെ ക്വാളിഫൈഡ് ആവും, ഫസ്റ്റ് ടീം ടു ക്വാളിഫൈ ഇൻ ദ ടൂർണമെന്റ് എന്നുള്ള രീതിയിലേക്ക് മാറും. ഷുവറായിട്ട് ടോപ്പ് 2 ഫിനിഷ് ചെയ്യുകയും ചെയ്യും ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ. പഞ്ചാബ് ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ സാധ്യതകൾ കൂടുതലാക്കും. 15 പോയിന്റ് ആട്ടി മൂന്നാം സ്ഥാനത്തേക്ക് കയറും. അപ്പോൾ ചാൻസസ് ആർ വെരി ഹൈ. അപ്പോഴും പഞ്ചാബ് ക്വാളിഫൈ ആവുന്ന ഒരു ഉറപ്പുമില്ല. പക്ഷേ ഇത് തോറ്റു കഴിഞ്ഞാൽ പഞ്ചാബ് പുറത്താവാനുള്ള ചാൻസസ്, ഇപ്പോൾ ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസസ് 80-85% ആണെന്നുണ്ടെങ്കിൽ ഈ കളി തോറ്റു കഴിഞ്ഞാൽ അത് നേരെ 40%ലേക്ക് ഭയങ്കരമായിട്ട് ട്രാക്ക് ഡൗൺ ആവും. അതുകൊണ്ട് ഒരു മസ്റ്റ് വിൻ ഗെയിം ഫോർ പഞ്ചാബാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രഷർ ഗെയിംസിൽ പഞ്ചാബുകൾ ഡെലിവർ ആയിട്ട് കണ്ടിട്ടേ ഇല്ല. മനസ്സിലായി. അപ്പം അത് ഒരു പ്രശ്നമാണ്. അത് ഒരു യങ് സൈഡ് വെച്ച് ഇറങ്ങുന്നതിൻ്റെ ഒരു ഡ്രോബാക്കാണ്, ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവർ കണ്ടിന്യൂസ്ലി ആ ഫെയിലിയർ ലൂപ്പിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്തത്. അതിപ്പം ഇത്രയും നാളും പഞ്ചാബിൻ്റെ പ്രശ്നം ബോളിംഗ് മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കൂടി ബാറ്റിംഗ് കൂടെ ഒരു പ്രശ്നമായി തുടങ്ങി. കാരണം ബാറ്റിംഗ് ഡെലിവർ ചെയ്യാൻ, ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്ക് എത്തി. അപ്പം അതുകൊണ്ട് RCB ആർ ഗോയിങ് ടു ദ ഫേവറേറ്റ്സ്. കാരണം അവരുടെ ബോളിങ്ങും ബാറ്റിങ്ങും പഞ്ചാബിനെ കൊണ്ട് മാൻ ടു മാൻ കമ്പയർ ചെയ്യുമ്പോൾ പോലും വേ മോർ ബെറ്ററാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് ഓപ്പൺ, അതായത് ഒരു പ്രിയൻചാരി വന്ന് ഒരു 20 പന്തേൽ 60 അടിക്കുവോ അല്ലെങ്കിൽ 25 പന്തേൽ 6, അങ്ങനെ ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് വരണം. അതല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു ഈസി ഡേ ഫോർ ബാംഗ്ലൂർ ആവാനാണ് മോസ്റ്റ് പ്രോബ്ലി ചാൻസസ്. മോസ്റ്റ് പ്രോബ്ലം അത് തന്നെയാണ്. ഫേവറേറ്റ്സ് ബാംഗ്ലൂർ തന്നെയാണ്. പിന്നെ ഇവരുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പിൽ ഒരു ഈ ശിവൻ ഷെഡ്ജ് കുറച്ച് മുകളിലേക്ക് കളിച്ചാൽ ഒരുപക്ഷെ ഒരു പരിഹാരമാകും. കാരണം കൂപ്പർ കൊണോളിയും സ്ട്രൈക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. 6 വമ്പൻ 6 അടിക്കുന്നുണ്ട്, ബട്ട് സ്ലോ ആവുന്നുണ്ട്. ശ്രേയസ് അയ്യർ അതുപോലെ തന്നെ സ്ലോ ആവുന്നുണ്ട്. പ്രഭ്സിമ്രാൻ സിംഗും സ്ലോ ആണ്. ആ 3 പേര് അവിടെ ഒരു ടോപ്പ് ഓർഡറിൽ സ്ലോ ആവുന്നത് പഞ്ചാബിൻ്റെ ബാറ്റിങ്ങിനെ ചില്ലറ എന്നുള്ള ബാധിക്കുന്നത്. സോ അവിടെ വിഷ്ണു വിനോദ് വരുവാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഓക്കെ, എനിക്ക് അങ്ങനെ തോന്നുന്നു. അതെ അതെ, ആ പഴയ ഒരു അവരുടെ സ്ട്രൈക്ക് റേറ്റിലല്ല പ്രശ്നം, അവർ ഇനിഷ്യലി ഒരുപാട് ബോൾ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം ശ്രേയസ് അയ്യർ എന്നാണെങ്കിലും കൂപ്പർ കോൺലി ആണെന്നുണ്ടെങ്കിലും പ്രഭ്സിമ്രൻ ആണെങ്കിലും ഉപരിയായിട്ട് അവർ ഇനിഷ്യലി ഒരു 10 ബോളിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് റണ്ണേ ബോൾ അല്ലെന്നുണ്ടെങ്കിൽ ആ ലെസ് ദാൻ റണ്ണേ ബോൾ എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അതാണ് അവരെ അലട്ടുന്ന പ്രശ്നം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർ സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കളി തന്നെ പ്രഭ്സിമ്രൻ ആണെന്നുണ്ടെങ്കിൽ 178-180 സ്ട്രൈക്ക് റേറ്റ് ക്ലോസ് ചെയ്തത്. പക്ഷേ
ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10-15 ബോളിൽ ആ ഒരു ഫ്ലോ വരുന്നില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച പ്രശ്നം. അത് അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് വിഷ്ണു വിനോദിനെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. കാരണം വിഷ്ണു വിനോദ് ഡൊമസ്റ്റിക്കലി പോലും അത് പ്രൂവൺ ആയിട്ടുള്ളതാണ്. ഹൈ ഇൻറ്റൻറ്റ് ഗെയിം കളിക്കുന്ന ആളാണ്. അത് ചെയ്യാൻ പറ്റും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ് ഫോർ ഇനി വിഷ്ണു വിഷ്ണു വിനോദ്. വിനോദ് വന്നിട്ട് അഥവാ പെർഫോം ചെയ്തില്ലെങ്കിൽ ജഡ്ജ് ചെയ്യാനുള്ള ഒരു റീസൺ ഇല്ല. അത് ആദ്യമേ പറയുന്നു. കാരണം ഈ ഒരു ഏറ്റവും എൻഡ് ഓഫ് ദി സീസണിൽ വന്നിട്ട് പുള്ളി പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ജസ്റ്റ് ഹോപ്പ് ഫോർ എ ബെസ്റ്റ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. വിഷ്ണു വിനോദ് വന്നിട്ട് ചേഞ്ച് കൊണ്ടുവരാന്നുള്ളത്, അല്ലാതെ നമുക്ക് ഡെലിവറി ചെയ്യണമെന്ന് അടപ്പിടിക്കാൻ പറ്റത്തില്ല വിഷ്ണു വിനോദിൻ്റെ ഒരു കേസിൽ. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തി പഞ്ചാബ് ശക്തമായിട്ടുള്ളൊരു മാച്ച്, ഒരു കോമ്പറ്റീഷൻ കൊടുക്കട്ടെ ആർ സി ബിക്ക്. എന്നെ സംബന്ധിച്ച് പഞ്ചാബ് ജയിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ ആർ സി ബി ഈസ് ഫേവറേറ്റ്സ് എങ്ങനെ നോക്കിയാലും. സോ എന്തായാലും നമുക്ക് മാച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ അരുൺ ബ്രോ ആയിട്ട് നമുക്ക് ഒത്തുകൂടുന്നവരെ ബൈ.